നമസ്തേ, ഞാൻ ഡാനിരാജ്, കരിങ്കുട്ടിക്കാവ് വിഷ്ണുമായ മഠം, തൃപ്രയാർ. നമ്മൾ പറയാൻ പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ഫോൺ കോളുകൾ വരുന്നതും ഒരുപാട് സംശയകാര്യങ്ങളായിട്ട് നമ്മളോട് ഭക്തർ ചോദിക്കുന്നൊരു കാര്യമാണ്. സ്വാമി, എത്ര കണ്ട് പ്രാർത്ഥിച്ചിട്ടും പല മഠങ്ങളിലും സാമ്പത്തികം ചെലവ് ചെയ്ത് കർമ്മം ചെയ്തിട്ടും ഫലസിദ്ധി കിട്ടുന്നില്ല. അങ്ങനൊരു കാര്യം ഇങ്ങനെ പലരും പരാതിയായിട്ടും ഒക്കെ പറയുന്നത് കാണുന്നുണ്ട്. നമ്മളോട് തന്നെ ചോദിക്കാറുണ്ട്, ഇന്ന സ്ഥലത്ത് പോയിട്ട് 20,000 കൊടുത്തു, ഇന്ന സ്ഥലത്ത് പോയിട്ട് 10,000 കൊടുത്തു, ഫലസിദ്ധി കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരാതി ഒരുപാട് നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൽ കുറേ പേര് സ്വാമിയെ കുറ്റം പറയും, സ്വാമി ശക്തനല്ലാത്തത് കൊണ്ടാണ് ഫലസിദ്ധി കിട്ടാത്തതെന്ന് പറയും. കുറേ പേര് പറയും, ആ മഠത്തിലുള്ള കർമ്മി ഉപാസകൻ പറ്റിക്കാനിരിക്കുന്നത് കൊണ്ടാണ് ഇനി സംഭവിക്കുന്നതെന്ന് പറയും. അങ്ങനെ പല രീതിയിലാണ് അതിന് അഭിപ്രായം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറേ പേര് അതിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കണ്ടു. എന്തുകൊണ്ടാണ് കർമ്മം ചെയ്തിട്ട് ഫലസിദ്ധി കിട്ടാത്തത്? നമ്മളിപ്പോൾ ഒരു സ്ഥാനത്ത് പോയി നമ്മുടെ പരാതിയൊക്കെ പറഞ്ഞു, പരിഭവമൊക്കെ പറഞ്ഞു. അവിടെ നിന്ന് കൽപ്പനയുണ്ടായി, ഈ സ്വാമിക്ക് ഇത്രയും കർമ്മം കൊടുത്തോളൂ, നമുക്കത് പൂർത്തീകരിക്കാം, മാറ്റിയെടുക്കാം. അപ്പം എല്ലാ പരാതികൾക്കും നമുക്ക് കർമ്മം ചെയ്യണമെന്നില്ല. നമ്മുടെ മഠത്തിലാണെങ്കിൽ പരാതികൾ കേട്ടിട്ട് നമ്മൾക്ക് അനുയോജ്യമായി തോന്നുന്നു, നമുക്കത് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ സ്വാമിയിൽ സമർപ്പിച്ച് ചെയ്യാം എന്ന് ഉറച്ച ബോധ്യമുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ ഇവിടെ കർമ്മം ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ എനിക്ക് കണ്ടിട്ടുള്ളതായിട്ടുള്ള ഒരു പോരായ്മ, അതെല്ലാവരും നികത്താണെങ്കിൽ വളരെ നല്ല കാര്യമായിരിക്കും. കർമ്മിയുടെ അടുത്ത് വന്നിട്ട് പരാതിക്കാരൻ കർമ്മം ചെയ്ത് പോയതിന് ശേഷവും അവരുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടനഷ്ടങ്ങൾ അല്ലെങ്കിൽ പുരോഗതികൾ കർമ്മിയോട് വിളിച്ച് ബോധിപ്പിക്കാനുള്ള ഒരു സംവിധാനം വരുന്ന പരാതിക്കാരനുണ്ടായിരിക്കണം. കർമ്മം ചെയ്ത് പോയിട്ട് പിന്നെ ഒരു 4 മാസം കഴിഞ്ഞിട്ട് നമ്മൾ ആ മഠത്തിലേക്ക് ചെന്ന് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഓരോ ഘട്ടങ്ങളും നമ്മുടെ സ്ഥാനത്ത് പറയുകയാണെങ്കിൽ 11 ദിവസം കൂടുമ്പോഴാണ് നമ്മൾ ആ കാര്യങ്ങളെ അറിയിക്കാൻ പറയുക. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ സന്തോഷമോ മാറ്റങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ അറിയിക്കണം, മാറ്റങ്ങളില്ലെങ്കിലും നമ്മൾ അറിയിക്കണം. അപ്പോൾ നിത്യസമർപ്പണത്തിലൂടെയാണ് പിന്നെ നമ്മളത് മാറ്റം ഉണ്ടാക്കിയെടുക്കുക. ഒരു പ്രാവശ്യം പേരും നക്ഷത്രം വെച്ച് കർമ്മം ചെയ്താൽ പിന്നെ പരാതിക്കാരൻ്റെ ഓരോരോ ഘട്ടങ്ങളിലും സമർപ്പണം ചെയ്ത് മാറ്റങ്ങൾ വരുത്താനായിട്ട് കർമ്മി തയ്യാറായിരിക്കണം. അത് ഫോൺ വിളിക്കുമ്പോൾ എടുക്കാൻ കർമ്മി തയ്യാറായിരിക്കണം. നേരിട്ട് വരുമ്പോൾ പരാതി കേൾക്കാൻ കർമ്മി തയ്യാറായിരിക്കണം. അതായത് വൺ ടൈം ഒരു കാര്യമല്ല, അത് ആദ്യം തന്നെ കുറച്ച് പൈസ കൊണ്ടുകൊടുത്ത് കഴിഞ്ഞു, ഇനിയൊക്കെ ശുഭമാകും എന്നുള്ള ചിന്ത തന്നെ തെറ്റാണ്. അപ്പോൾ കർമ്മിക്കുമുണ്ട് ഇതിൽ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ, പരാതിക്കാരനുമുണ്ട് ഇതിൽ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ. രണ്ടുപേരും പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് വേണം ഒരു കർമ്മം ചെയ്യാനായിട്ട്. കർമ്മിയെ വിളിച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കാനായിട്ട് പരാതിക്കാരൻ എപ്പോഴും തയ്യാറായിട്ടിരിക്കണം. നേരം കിട്ടിയില്ല, പറഞ്ഞില്ല, അതൊന്നല്ല അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അത് വാട്സപ്പ് വഴിയോ ഫോണിൽ വിളിച്ചിട്ടോ കർമ്മിയെ അറിയിച്ച് അതിന് അപ്പപ്പോൾ പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ കർമ്മത്തിന് ഫലസിദ്ധി കിട്ടും. അപ്പോൾ നിങ്ങൾ വിളിച്ച് പറയുമ്പോൾ തന്നെ അതിൽ എന്തൊക്കെയുണ്ട് തടസ്സങ്ങൾ എന്നുള്ളത് വീണ്ടും നമ്മൾ പരിശോധിച്ചതിന് ശേഷമാണ് ഇവിടെ സമർപ്പണം. നമ്മുടെ മഠത്തിലാണെങ്കിൽ സമർപ്പണത്തിനൊന്നും നമ്മൾ പണം വാങ്ങാറില്ല. അത് നമ്മൾ ഫലസിദ്ധി കിട്ടുന്നവരെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കും. ആ കർമ്മത്തിൻ്റെ പൈസ വാങ്ങിയിട്ട് ഫലസിദ്ധി കിട്ടുന്നവരെ നമ്മളിവിടെ സമർപ്പണം എന്ന് പറയുന്ന കർമ്മം ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ എപ്പോൾ വിളിച്ചാലും നമ്മളെ ഫോൺ എടുക്കാൻ ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ തിരിച്ച് വിളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വാട്സപ്പിൽ നമ്മൾ കോൺവെർസേഷന് തയ്യാറാവുന്നുണ്ട്. നമ്മുടെ വാട്സപ്പൊക്കെ എപ്പോഴും ഓണായിട്ട് കിടക്കുന്നതാണ്, ഓൺലൈനിൽ എപ്പോഴും ഉണ്ടാവും. രാത്രി ഒരു 9 മണി വരെയെങ്കിലും ഓൺലൈനിലുണ്ടാവും. അപ്പോൾ നമ്മൾ എല്ലാം വ്യക്തമായി കേട്ടിട്ട് പരിഹാരം ചെയ്തുകൊണ്ടിരിക്കുന്നു. മറ്റുള്ള മഠങ്ങളിലും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പരാതിയിൽ നിന്ന് മുക്തി നേടാൻ പറ്റും. കർമ്മം ചെയ്താൽ ഫലസിദ്ധി കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പറയുന്ന പരാതി നമ്മൾ സത്യസന്ധമായിട്ടുള്ള പരാതികളാണോ എന്നുള്ളത് പരാതിക്കാരൻ ഒന്ന് പരിശോധിച്ചിട്ട് വേണം മഠങ്ങളിൽ പോയിട്ട് പരാതി പറയാനായിട്ട്. അതുപോലെ മഠത്തിലുള്ള ഓരോ ഉപാസകരും അത് വിശദമായി കേട്ടിട്ട് അത് സത്യസന്ധമായ കാര്യങ്ങളാണെങ്കിൽ മാത്രമേ സ്വാമിയിലേക്ക് കർമ്മം സമർപ്പിക്കാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെ നമ്മളൊരു കൂട്ടായ്മയിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കർമ്മത്തിൽ ഫലസിദ്ധി ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ സാധാരണ നമ്മളുടെയൊക്കെ ഒരു രീതി എന്ന് പറഞ്ഞാൽ എവിടെയും പോയിട്ടൊന്ന് ചീട്ടാക്കി പോരുക,
പിന്നെ അതിൻ്റെ ഫലസിദ്ധിക്ക് വേണ്ടി കാത്തിരിക്കുക. പ്രവൃത്തി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഏത് കാര്യത്തിനും പ്രവൃത്തി ഉണ്ടെങ്കിൽ മാത്രമേ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. പ്രവൃത്തിയിലൂടെ ഫലസിദ്ധി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ആ പ്രവൃത്തിയാണ് ഓരോ 11 ദിവസത്തെ പ്രവൃത്തിയാണ് കർമ്മിയോട് നമ്മൾ വിളിച്ചു പറയേണ്ടത്. കർമ്മി അത് പരിശോധിച്ചിട്ട് അതിലെ പോരായ്മകൾ തീർത്ത് സ്വാമിയിലേക്ക് സമർപ്പണം ചെയ്ത് നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ട് മാറ്റങ്ങൾ വരുത്തിയിട്ട് കർമ്മത്തിൽ ഫലപ്രാപ്തി ഉണ്ടാക്കി തരണം. അപ്പോൾ അങ്ങനെയുള്ള സ്ഥാനങ്ങളിൽ കർമ്മം ചെയ്യുക. അപ്പോൾ കർമ്മത്തിൽ ഫലസിദ്ധി കിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് രണ്ട് കൂട്ടർക്കും തുല്യമായ പങ്കുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സ്വാമിയുടെ അനുഗ്രഹം എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്തേ.